ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നെതന്യാഹുവും ഇസ്രായേൽ ജനതയും അത്യധികം ആഹ്ലാദത്തിലാണ്. ട്രംപിന്റെ ഗാസ വെടിനിർത്തലിനോട് ഹമാസ് അനുകൂലമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത വളരെയധികം ആഹ്ലാദത്തിലാണ്. ട്രംപിന്റെ കരാറിൽ ചില മാറ്റങ്ങൾ വരുത്തി വെടിനിർത്തലിന് ഹമാസും നെതന്യാഹുവും ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഹമാസിനെ സ്വാധീനിക്കാനായി ഇസ്രായേൽ 2 ദിവസം മുമ്പ് തന്നെ ഗസയിലെ ആക്രമണം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഹമാസ് ചർച്ചയ്ക്കായി ഈജിപ്തിലേക്ക് ആളെ അയക്കാം എന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ പരാജയമായിട്ടാണ് ഈ വെടിനിർത്തലിനെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങേയറ്റം നീതിയുക്തമായ ഒരു കരാറാണിത്, ദയവായി ഇത് അംഗീകരിക്കുക എന്ന് ട്രംപ് ഹമാസിനോട് വളരെ സൗമ്യമായി അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് കരാർ വ്യവസ്ഥകൾ പുറത്തുവിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ ഏത് വിധേനയും യുദ്ധത്തിൽ നിന്നും രക്ഷിക്കാൻ ട്രംപ് ഏറ്റവും താണ തരത്തിലുള്ള അഭ്യർത്ഥന നടത്തിയതുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ഇസ്രായേലിന്റെ പരാജയം എന്ന് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത് നെതന്യാഹുവിന്റെ മഹത്തായ നേട്ടം എന്നൊക്കെയാണ് ഇതിനെ ഇസ്രായേൽ പത്രങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് അങ്ങനെ എഴുതാനേ കഴിയൂ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ടാണ് നെതന്യാഹു വളരെ ധീരമായ എന്തോ കൃത്യം ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ ഈ പത്രങ്ങൾ നെതന്യാഹുവിനെ വാഴ്ത്തുന്നത്. എന്നാൽ ഈ മഹത്തായ നേട്ടം എന്താണെന്ന് അറിയുമ്പോഴാണ് നെതന്യാഹു ചെന്ന് ചാടിയ കുരുക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ പ്രധാനം ഗസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കുന്ന പരിപാടി നെതന്യാഹു ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ ഉറപ്പിക്കുന്നതോടെ ഈ സ്ഥലങ്ങളിൽ നിന്നും പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കാൻ നെതന്യാഹു തയ്യാറായിരിക്കുന്നു. ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല എന്നും ഒരു സാധാരണക്കാരൻ പോലും ഗസ വിട്ടു പോകേണ്ടതില്ല എന്നും ട്രംപ് ഉറപ്പ് നൽകുന്നുമുണ്ട് ഈ കരാറിലൂടെ. തന്നെയുമല്ല, പലസ്തീനികൾക്ക് സ്വതന്ത്രമായി വരാനും പോകാനുമൊക്കെ സൗകര്യമൊരുക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം അവരെ ഇനി ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നേരത്തെ പലസ്തീൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ തിരികെ പ്രവേശിക്കാൻ വേണ്ടി ഈ ജൂത സൈനികരുടെ കാല് പിടിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ഈ പിരിമുറുക്കം ഉണ്ടാവില്ല. ഇങ്ങനെ പുറത്തു പോയവരിൽ ചിലരെ തിരികെ പ്രവേശിപ്പിക്കാൻ പോലും ഈ ജൂത സൈന്യം ചിലപ്പോൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇനി അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം രാജ്യങ്ങളാവും ഇനി ഗസയെ സൈനികവൽക്കരിക്കുക എന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ നിന്നും പിന്മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏറെ താമസിക്കാതെ പലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരം നൽകാനും നെതന്യാഹു ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. പക്ഷെ അതിന് ഇസ്രായേലിന് ഭീഷണിയില്ലാത്ത ഒരു ഭരണകൂടം ഇസ്രായേലിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി ഭരണമേൽക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് അറബ് രാഷ്ട്രങ്ങൾ ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഈ അറബ് രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഖത്തറും സൗദിയും ഈജിപ്തുമൊക്കെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അവരാണല്ലോ ഇക്കാര്യത്തിൽ ആദ്യം തൊട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ഈ സൈന്യ അവിടെ രൂപീകരിക്കുന്നതും അല്ലെങ്കിൽ ഇസ്രായേൽ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഇവരുമൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചിട്ട് വേണം. ഭരിക്കുന്നത് പലസ്തീനികൾ തന്നെ, പക്ഷെ എന്നാലും അത് ഇവർക്കൊരു മേൽനോട്ടം ഉണ്ടാവും ഇവിടെ. അല്ലാതെ ഖത്തറിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ആൾ വന്ന് ഗസ ഭരിക്കുമെന്നോ അതല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിൽ ചേരുമെന്നോ ഒന്നുമല്ല. അവരിങ്ങനെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇസ്രായേലിന് ഭീഷണി ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ പലസ്തീൻ ഭരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഹമാസ് ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നേരത്തെ തന്നെ തയ്യാറായിട്ടുള്ളതാണ്. അവരുടെ ഭരണം പോകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ പോരാടി നിൽക്കുന്നത്. എന്നാൽ പലസ്തീന് സ്വാതന്ത്ര്യമാണ് ആവശ്യം, അല്ലാതെ ഹമാസിന്റെ ഭരണമല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുള്ളതുകൊണ്ട് അവർ ഭരണത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നൊന്നുമില്ല. അവർക്കത് ഭരണം കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. എന്നാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പലസ്തീൻ ഭരിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ മണിയടിച്ച് നടന്നിരുന്ന വെസ്റ്റ് ബാങ്കിലെ മഹ്മൂദ് അബ്ബാസും അവരുടെ സംഘമൊക്കെ പലസ്തീൻ ഭരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹമാസിനെ പരസ്യമായി എതിർത്തുകൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചിരുന്ന അബൂ ഷബാബ് സംഘത്തിന് ഭരണം കൈമാറാൻ ഇസ്രായേലിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഈ അബൂ ഷബാബ് സംഘം എന്ന് പറഞ്ഞാൽ അതും ഒരു തീവ്രവാദ സംഘം തന്നെയാണ്. അവർക്ക് ഈ ഹമാസുമായിട്ട് വലിയ എതിർപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ അതിശക്തമായ രീതിയിൽ അവർ എതിർത്തുകൊണ്ടാണ് ഇരുന്നത്. അത് ഇസ്രായേലിൻ്റെ കാശ് മേടിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഹമാസിനെതിരെ ഒരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ ഗസയിലേക്ക് വരുന്ന ഭക്ഷണങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നത് ഉമ്മാർ തന്നെയാണ്. അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയാണ്, ഹമാസിനെ നാറ്റിക്കാൻ വേണ്ടിയും. ഇത്തരം സഹായമൊക്കെ ചെയ്തുകൊണ്ട് ഇവന്മാർക്ക് പലസ്തീൻ്റെ ഭരണം വിട്ടുകൊടുക്കുന്നതിൽ അടിമകളെപ്പോലെ കഴിഞ്ഞോളും എന്ന് നെതന്യാഹുവിന് അറിയാം. എന്നാൽ ഈ ഭീകര സംഘം പിന്നീട് ഇസ്രായേലിന് ഭീഷണിയാകും എന്നൊരു വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്കും ഭരണം കിട്ടാൻ സാധ്യതയില്ല. മൂന്നാമതൊരു കക്ഷിക്കാവും ഗസയുടെ ഭരണം ഏൽക്കേണ്ടി വരിക. അതോടെ കുറുക്കന്മാരെ എല്ലാം എടുത്ത് ദൂരെ കളയുകയും ചെയ്യും. ഇസ്രായേലും പലസ്തീനികളും ഒക്കെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറയുന്നത്.
യുദ്ധഭീതിയിൽ നിന്നും ഇസ്രായേൽ ജനതയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ട്രംപ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്തായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് കണ്ണു നിറഞ്ഞുകൊണ്ട് ട്രംപിനോട് ഈ നെതന്യാഹു നന്ദി പറയുന്നത്. ഇതിലേറ്റവും രസമെന്ന് വെച്ചാൽ ഈ സൗദിയും ലെബനോനും സിറിയയും അതുപോലെ തന്നെ ഈ ഗസയും പലസ്തീനും എല്ലാം അടങ്ങുന്ന നെതന്യാഹുവിൻ്റെ ഈ സാമ്രാജ്യത്വ സ്വപ്നങ്ങളെല്ലാം ചുരുട്ടി മടക്കി പെട്ടിയിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഈ മാപ്പ് തുറന്നു നോക്കിക്കൊണ്ട് പൊട്ടിക്കരയാൻ മാത്രമേ ഇനി അയാൾക്ക് കഴിയൂ എന്നത് ഗസ യുദ്ധം കൊണ്ട് പലസ്തീനികൾക്കുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അത് ഈ സമയം ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇവന്മാരിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ വിശ്വസിച്ചുകൊണ്ട് കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നവർ ഒരുപാട് ലോകത്തിപ്പോഴുണ്ട്. ബന്ദികളെ തിരികെ കിട്ടിയാൽ നെതന്യാഹു ഗസയെ വീണ്ടും ആക്രമിക്കുമോ എന്നും സംശയിക്കുന്നവരുമുണ്ട്. കാരണം ചതി ഇവന്മാരുടെ കൂടപ്പുറപ്പാണല്ലോ. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. ഒരരിശത്തിനെ കിണറ്റിൽ ചാടി 7 അരിശം വന്നിട്ട് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന പഴഞ്ചൊല്ല് പോലെയാണ് നെതന്യാഹുവിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. യുദ്ധം ഭ്രാന്ത് പിടിപ്പിക്കുന്നത് കൊണ്ടാണ് അയാൾ ട്രംപിന്റെ അരികിലേക്ക് ഓടിച്ചെന്നതും ഹമാസിന്റെ ഏത് ഡിമാൻഡും അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് തനിക്കുണ്ട് എന്ന് ട്രംപിനെ അറിയിച്ചതും. അതുകൊണ്ടാണ് ട്രംപ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള ഈ കരാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നെതന്യാഹു വീണ്ടും ഗസയെ ആക്രമിച്ചാൽ ട്രംപിനും നെതന്യാഹുവിനും പിന്നെ ലോകത്ത് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അത് പരക്കെ വിമർശിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് ഗസയിലേക്ക് വീണ്ടും ഒരു യുദ്ധത്തിന് ഇറങ്ങും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് അറിയാൻ കഴിയില്ല ഉമ്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നീട് സംഭവിക്കുന്ന കാര്യം നമുക്ക് അന്നേരം അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിലുള്ള മറ്റൊരു കാര്യം, ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കരാറിൽ നെതന്യാഹു നിശബ്ദനാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അയാൾ പൂർണ്ണമായും ട്രംപിന് ഇപ്പോൾ കീഴ്പ്പെട്ടിരിക്കുകയാണ്. അയാൾക്കിപ്പോൾ യാതൊരുവിധ ഡിമാൻഡുകളുമില്ല. അയാൾ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞിട്ടും അയാൾ പല ഉടായ്പകൾ ന്യായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മാറി നിന്ന് വീണ്ടും ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അയാൾക്ക് ഇതിന് കഴിയില്ല. ഇസ്രായേലിൻ്റെയും നെതന്യാഹുവിൻ്റെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി ട്രംപ് ചില ഭീഷണികളൊക്കെ മുഴക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നിൽ ഈ ട്രംപ് തന്നെ ഹമാസുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യവുമുണ്ട്. അങ്ങനെ ട്രംപ് ചെയ്യുന്നത് യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഇസ്രായേലിനെ താറുമാറാക്കും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ്. കാരണം നെതന്യാഹുവും അയാളുടെ സൈന്യവുമൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും തളർന്നിരിക്കുകയാണ്. അവർക്ക് ഒരു യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രയധികം അധപ്പതിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സാമ്പത്തികമായും സാമൂഹികമായിട്ടുള്ള അവസ്ഥ. ജനങ്ങൾ മുഴുവൻ പ്രതിഷേധവുമായിട്ട് തെരുവിലാണ്. നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുമ്പോൾ തന്നെ ഹമാസിൻ്റെ കയ്യിലുള്ള ഒരു ബന്ദിയുടെ അമ്മ പറഞ്ഞത്, നിങ്ങൾ അമേരിക്കയിൽ നിന്നും ഒരു കരാർ ഉറപ്പിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു വരാൻ തയ്യാറായാൽ ഞങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഉണ്ടാവും എന്നൊരു ഭീഷണി കൂടി മുടക്കിയിട്ടാണ് ഇയാളെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതൊക്കെ ഇയാളുടെ മനസ്സിലുണ്ടാവും. അതായത് പ്രതിഷേധം അതിശക്തമാകും എന്ന് നെതന്യാഹു നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സത്യത്തിൽ ഹമാസും പലസ്തീൻ ജനങ്ങളുമൊക്കെ ഇതിന് നന്ദി പറയേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് എന്നുള്ളതാണ് വാസ്തവം. അവർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായതിനൊപ്പം ഇസ്രായേലിനെതിരെ പ്രതിഷേധവും ഉപരോധവും ഒറ്റപ്പെടുത്തലുമെല്ലാം നടത്തിയത് കൊണ്ടാണ് നെതന്യാഹു മൂക്കുകുത്തി ഇപ്പം തറയിൽ വീണിട്ടുള്ളത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ എന്നൊരവസ്ഥയിലേക്കാണ് യൂറോപ്പ് ഈ നെതന്യാഹുവിനെ കെട്ടിയിട്ടുള്ളത്. ഈ കെട്ടഴിച്ച് ഓടണമെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചാടിപ്പുറപ്പെട്ട് അയാൾ അമേരിക്കയിലേക്ക് പോയത്. ഈ ഗസയിലെ കരാർ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം ഇസ്രയേലും ഇറാനുമായി അബ്രഹാം കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് ട്രംപ് പറയുമ്പോൾ ഇവർ ഇറാനുമായി ഒരു കരാറിന് തയ്യാറാവുന്നു എന്നൊരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. എന്താണ് ഈ അബ്രഹാം കരാർ? ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകാൻ ഇരുകൂട്ടരും സമ്മതിക്കുന്ന ഒരു കരാറാണിത്. ഇസ്രായേലിനെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെ കടിച്ചു കയറിക്കഴിഞ്ഞാൽ ഉമ്മാർ തീർന്നു പോകും. അതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് പരസ്പരം ആക്രമിക്കില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമില്ലാതെ നല്ല ആൾക്കാരായിട്ട് കഴിയാം എന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണിത്. അത് ഇറാനാണ് അതിനകത്ത് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കാരണം ഇറാനെ നിരന്തരമായിട്ട് ഈ നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് അവരുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാനല്ല ഇതിൽ പ്രശ്നമുണ്ടാക്കുന്നത്, അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. അപ്പോൾ അബ്രഹാം കരാറിലേക്ക് ഇറാനെയും ക്ഷണിക്കുമെന്ന് പറയുമ്പോൾ ഇറാനുമായിട്ട് ഒരു കോംപ്രമൈസ് ഇവർ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ ഇസ്രയേലും അമേരിക്കയും അംഗീകരിക്കും എന്നതാണ് ഇതിൻ്റെ അവസാനമുണ്ടാവുക. ഇസ്രയേലിന് ഇറാൻ്റെ ആക്രമണ ഭീഷണി ഇല്ലെങ്കിൽ പിന്നെ ഇറാൻ ആണവ ബോംബ് കൈവശം വെച്ചാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാനില്ല. അവർക്ക് സൗഹൃദ രാഷ്ട്രമായിട്ട് തുടരാൻ കഴിയും. അതല്ലാതെ ഇസ്രയേലിനെയോ ജൂതരെയോ ഒരു ഇസ്ലാമിക രാഷ്ട്രവും വെറുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ജൂതന്മാർ തന്നെയാണ് വെറുപ്പ് പടർത്തുന്നത്. അവർക്ക് ഈ അറബികളുടെ കയ്യിലുള്ള പണവും അവരുടെ സ്ഥലവും എല്ലാം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി അമേരിക്കൻ സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അറബ് രാജ്യങ്ങളെ. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളുമായിട്ടെല്ലാം നല്ല ഒരു കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ
പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും ലോകത്ത് ഭീഷണിയില്ല. ഇവർക്ക് ഒരുമിച്ച് വേണേൽ മുന്നോട്ട് പോകാം. എല്ലാവരുടെയും കാശുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷേ ഇസ്രായേലിൽ സമ്മതിക്കില്ല. ഇസ്രായേലിൽ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് കാശുണ്ടാക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അറബികളെല്ലാം കളിപ്പിച്ച് കാശ് മേടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അത് മുസ്ലിം ജൂത വംശീയ വിദ്വേഷം എന്ന പേരിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിനുള്ളിൽ രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ മുസ്ലിമും ക്രിസ്ത്യനും ജൂതനും ഒന്നുമില്ല. പക്ക രാഷ്ട്രീയം തന്നെയാണ്. അറബികളുടെ കാശ് എങ്ങനെയെങ്കിലും അവരെ കളിപ്പിച്ച് അമേരിക്കയ്ക്ക് അടിച്ചുകൊണ്ട് പോകണം. അപ്പം നല്ല കോള് കുറെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അമേരിക്ക ഇപ്പം ഇത്ര ശാന്തമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നടുവൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്നതാണ് നല്ലത്. നെതന്യാഹുവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഖത്തറിനെ ആക്രമിച്ചതാണ്. ഈ ആക്രമണത്തോടെ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ട്രംപിനും നെതന്യാഹുവിനുമെതിരായിട്ട് തിരിയുകയാണ് ഉണ്ടായത്. അതോടെ നെതന്യാഹു അല്ലാതെ ഭയന്നു പോയി. ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടിയ മീറ്റിംഗിൽ ഇറാൻ പങ്കെടുത്തു എന്നുള്ളതാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഖത്തറിനെ ആശ്വസിപ്പിക്കാനും ഖത്തറിനോട് ക്ഷമ ചോദിക്കാനും ഒക്കെ ഈ ട്രംപും നെതന്യാഹു എല്ലാം തയ്യാറായിട്ടുണ്ട്. നെതന്യാഹു നേരിട്ടാണ് ഖത്തർ അമീറിനെ വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചിരിക്കുന്നത്. അബദ്ധം പറ്റിപ്പോയി, പക്ഷേ ക്ഷമിക്കൂ, ഒരു തവണ ഞങ്ങളോട് ക്ഷമിക്കൂ എന്നൊക്കെ കാല് പിടിച്ച് പറയേണ്ടി വന്ന അതൊന്നല്ല പല തവണ. കാരണം ഇവരെല്ലാം കൂടി ഒരു സഖ്യമായി കഴിഞ്ഞാൽ അത് നെതന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദോഷമാണ് സംഭവിക്കുക. ഇതുമാർക്ക് മനസ്സായി. ട്രംപിനും നെതന്യാഹുവിനും എല്ലാം മനസ്സിലായതുകൊണ്ടാണ് അവർ ഈ ഖത്തർ അമീറിന്റെ കാല് പിടിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഈ ചർച്ചയിൽ ഇടനിലക്കാരായിട്ട് വരികയും ഹമാസുമായിട്ട് ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വലിയ ഒരുക്കങ്ങൾ നടക്കുന്നതായിട്ട് നെതന്യാഹുവിന് മനസ്സിലായിട്ടുണ്ട്. ഈജിപ്റ്റ് തൊട്ടടുത്ത് നിന്ന് യുദ്ധത്തിലുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ അതിനേക്കാൾ വലിയ തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഹൂത്തികൾ ഒരു കപ്പലും ചെങ്കടലിലൂടെ വിടാൻ കഴിയാത്ത വിധം അവരെ കെട്ടിവരിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഒറ്റയെടുത്തനെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പേര് പറഞ്ഞ് ചെങ്കടലിലൂടെ കടത്തിവിടില്ല എന്നുള്ളതാണ്. ഹമാസ് ആണെങ്കിൽ ഒരു വിധത്തിലും കീഴടങ്ങത്തുമില്ല. ഹിസ്ബുള്ള ആയുധശേഖരം വർദ്ധിപ്പിച്ച് ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അവരും തരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കും. അങ്ങനെ ചുറ്റും ശത്രുക്കൾ ഇസ്രായേലിനെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെന്ന് നെതന്യാഹുവിന് മനസ്സിലായി. അങ്ങനെ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി അറബികളെല്ലാം കൂടി ഒറ്റയ്ക്ക് ഇസ്രായേലിനെ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് അമേരിക്കയല്ല അതിൻ്റെ കൂടെ എല്ലാവരും കൂടി ഈ യൂറോപ്പ് മുഴുവനും കൂടെ വന്നു കഴിഞ്ഞാൽ പോലും ഇവരെ തടുക്കാൻ കഴിയില്ല. അങ്ങനെ ഈ അറബികളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ മാത്രം പിന്തുണയോടെ മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന ചിന്താബോധം ഉണർന്നത് കൊണ്ടാണ് അയാളിപ്പോൾ ഒരു വെടിനിർത്തലിനും അടങ്ങി ഒതുങ്ങി കഴിയാനും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.